ശ്രീമന്നാരായണീയം ദശകം 8. നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. അഗജാനന പത്മാർക്കം ഗജാനനമഹർമുഖം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 8. ഓം നമോ ഭഗവതേ വാസുദേവായ. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത് ത്വാം കില വിശ്വനാഥ. 7ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു മഹാപ്രളയത്തിൻ്റെ അവസാനം എന്നെ ഉണർത്തുക എന്ന് കാലമാകുന്ന ശക്തിയോട് പറഞ്ഞേൽപ്പിച്ചിട്ട് യോഗനിദ്ര പോകുന്ന ഭഗവാൻ. കാലമാകുന്ന ശക്തിയും ഭഗവാനിലേക്ക് ലയിച്ചു ഉറങ്ങുകയാണ്. കാലം നേരത്തെ എഴുന്നേറ്റ് ഭഗവാനെ വിളിച്ചുണർത്തും. അതാണ് ഭഗവാൻ ആജ്ഞാപിച്ചിട്ട് യോഗനിദ്രയിലാണ്ടത്. ഹേ വിശ്വനാഥ, ഹേ സർവേശ്വര, വിശ്വത്തിനു മുഴുവനും ഈശ്വരനായിട്ടുള്ള ഭഗവാനെ, തൊയ് നിന്തിരുവടി, അദ്വിതീയെ കേവലനായി, ചതുർയുഗാണാം സഹസ്രം, ഭഗവാൻ സർവേശ്വരനായ ഭഗവാൻ ഒറ്റയായിട്ട് തീർന്ന്, ഏകനായി തീർന്ന് എല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു. 1000 ചതുർയുഗങ്ങൾ മുഴുവനും, സഹസ്രം ചതുർയുഗാണോ, 1000 ചതുർയുഗങ്ങൾ മുഴുവനും ഏവം ഇപ്രകാരം പ്രസുപ്തേ യോഗനിദ്രയിലാണ്ടപ്പോൾ അനന്തരം കാലാഖ്യശക്തി, കാലമാകുന്ന ആ ശക്തി, പ്രഥമ പ്രബുദ്ധ ആദ്യം ഉണർന്ന്, ത്വാം നിന്തിരുവടിയെ ഭഗവാനെ, പ്രാബോധയച്ചക്കില ഉണർത്തുകയും ചെയ്തുവല്ലോ. കാലമാകുന്ന ശക്തി ഭഗവാനിൽ ലയിച്ചു. പ്രളയകാലം മുഴുവൻ ഉറങ്ങുമായിരുന്നു. ഭഗവാന്റെ ആ ആജ്ഞ അനുസരിച്ച് ഒരു ദാസിയെപ്പോലെ കാലം നേരത്തെ ഉണർന്നു. എന്നിട്ട് പ്രഭുവായിട്ടുള്ള ഭഗവാനെ ഉണർത്തുന്നു. 1000 ചതുർയുഗം മുഴുവനും ഭഗവാൻ ഇങ്ങനെ ഏകനായിട്ട് യോഗനിദ്രയിൽ ആണ്ട് കിടന്നു. സർവ്വതും ഭഗവാനിലേക്ക് ലയിച്ചു. ബ്രഹ്മാവും ഉറങ്ങി. ലോകത്തിലുള്ള സകലതും, പ്രപഞ്ചത്തിലുള്ള സകലതും ഭഗവാനിലേക്ക് ലയിച്ചു. പിന്നെ കാലമാവുന്ന ആ ശക്തി ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ഒരു ദാസിയെപ്പോലെ നേരത്തെ ഉണർന്നെഴുന്നേറ്റു. എന്നിട്ട് ഭഗവാനെ ഉണർത്തി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.